പാർട്ടി പ്രവർത്തകർക്ക് പ്രധാന ലക്ഷ്യം എന്താണെന്നാൽ കോൺഗ്രസിന് അനുകൂലമായി ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അതുകൊണ്ടാണ് പാർട്ടികൾ ഡൽഹിയിൽ കലാപം നടത്താൻ ഒരു നീക്കം നടത്തിയത്. ഇപ്പോൾ ജാർഖണ്ഡിൽ പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം നടത്തുകയാണ്. നിലവിൽ അവർക്ക് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുവന്ന അഭിജിത് ദീപ്കയുടെ തനി നിറം പുറത്തു വന്നതോടെ ഇപ്പോൾ ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ പറയുന്നത് അഭിജിത് ദീപ്കെ മഹാ ഫ്രോഡാണെന്നാണ്. അയാൾ പക്ക ഫ്രോഡാണെന്നാണ് ജാർഖണ്ഡിലെ വിദ്യാർത്ഥികൾ പറയുന്നത്. കാശിനു വേണ്ടി വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് കളിക്കുകയാണ്. ജാർഖണ്ഡ് വിദ്യാർത്ഥി സമരത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയാൻ അഭിജിത് ദീപ്കയ്ക്ക് ഭയമാണെന്നാണ് വിദ്യാർത്ഥികൾ ഒന്നടക്കം പറഞ്ഞത്. ഇനി ഫണ്ടിംഗ് നിന്നുപോയാലോ? ഇന്നലെ ജാർഖണ്ഡിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ അഭിജിത് ദീപ്കെ വീഡിയോ കോളിൽ വിളിച്ചു. വിദ്യാർത്ഥികൾ വലിയ പ്രതീക്ഷയോടെ അതിനെ കണ്ടു. പക്ഷേ അതിനുശേഷം സംഭവിച്ചത് ഇങ്ങനെയാണ്. വിദ്യാർത്ഥികളുമായുള്ള അഭിജിത് ദീപ്കയുടെ കോളിൽ നിങ്ങൾ തൃപ്തരാണോ എന്ന് മാധ്യമങ്ങൾ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു. അപ്പോൾ തിരിച്ച് വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് തൃപ്തരല്ല. അത് 10 മിനിറ്റ് നീണ്ട ഒരു കോളായിരുന്നു. കോൺഗ്രസ് എങ്ങനെയാണ് സർക്കാർ ഒഴിവുകൾ വിജ്ഞാപനം ചെയ്യുന്നതെന്നും പരീക്ഷകൾ നടത്തുന്നതെന്നും എന്നാൽ ഫലം ഒരിക്കലും പ്രഖ്യാപിക്കാത്തതെന്നും ഞങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായി വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് എന്തുണ്ടായി? സർക്കാരിന്റെ പരീക്ഷാ വീഴ്ചകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതൊന്നും അദ്ദേഹം പുറത്തുവിട്ടില്ല. കോൺഗ്രസിന്റെ പേര് വരാത്ത 1 മിനിറ്റ് ഭാഗം മാത്രമാണ് പോസ്റ്റ് ചെയ്തത്. അതെന്താ അങ്ങനെയെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇവരെല്ലാം രാഷ്ട്രീയം കളിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസുകാർ മർദ്ദിച്ച ഭിന്നശേഷിക്കാരനായ വിദ്യാർത്ഥിയുടെ ഭാഗം പോലും ഒഴിവാക്കിയാണ് അഭിജിത് ദീപ്കെ പോസ്റ്റ് ചെയ്തത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അയാൾ ഒരു ഭീരുവാണ്. മാത്രമല്ല കൂടെയുള്ള അശുതോഷ് റാങ്കയ്ക്ക്, അതായത് പാർട്ടിയുടെ വക്താവായ അശുതോഷിന് JPSC എന്താണെന്ന് പോലും അറിയില്ല. 3 ദിവസത്തിനിടെ 100 ഇന്റർവ്യൂ കൊടുത്ത അഭിജിത്തിനോട് ഞങ്ങളുടെ പ്രതിഷേധത്തിൽ വരാൻ, അതായത് ജാർഖണ്ഡിൽ വരാൻ വിദ്യാർത്ഥികൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് വരാൻ പറ്റില്ല, എനിക്ക് ടൈഫോയിഡ് ആണെന്ന്. അയാൾ പക്ക ഫ്രോഡാണെന്ന് വിദ്യാർത്ഥികൾ മാധ്യമങ്ങളോട് പറയാണ്. കാശിനു വേണ്ടി വിദ്യാർത്ഥികളുടെ ജീവിതം കൊണ്ട് കളിക്കുകയാണ് അഭിജിത് ദീപ്കെ. അഭിജിത് ദീപ്കയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയതിന് ഈ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് സമൂഹ മാധ്യമങ്ങളടക്കം ജനങ്ങൾ പറയുന്നത്. അനുയായികളെ പറ്റിക്കാം, പക്ഷേ യഥാർത്ഥ വിദ്യാർത്ഥികളെ പറ്റിക്കാനാവില്ല. ജാർഖണ്ഡിലെ പബ്ലിക് സർവീസ് കമ്മീഷനും ജാർഖണ്ഡ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും നടത്തിയ നിരവധി റിക്രൂട്ട്മെന്റ് പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെയാണ് സമരം. ഇവിടെ ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും സംയുക്തമായാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. ഈ ക്രമക്കേടുകളെ കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം അംഗീകരിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് നിരാഹാരം വേണ്ടി വന്നതെന്ന് ദേവേന്ദ്രനാഥ് മഹോദ പറയുന്നു. ഞായറാഴ്ച രാത്രിയാണ് മഹോദ തന്റെ നിരാഹാരം ആരംഭിച്ചത്. ജൂലൈയിൽ നടന്ന 14ാം ജാർഖണ്ഡ് PSC പരീക്ഷയിലെ ക്രമക്കേടുകളെ തുടർന്ന് നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. ഇതിനുശേഷം വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ജൂലൈ 25 മുതൽ രാപ്പകൽ സമരം നടത്തി വരികയാണ്. ജൂലൈ 29 മുതൽ സ്റ്റേഡിയത്തിൽ കുത്തിയിരിപ്പ് സമരം തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഓഗസ്റ്റ് 3-ന് നിരാഹാര സമരം ആരംഭിച്ചത്. എന്നാൽ ആദ്യമൊക്കെ ഹേമന്ത് സോറൻ CID അന്വേഷണമൊക്കെ നടത്താം എന്ന് പറയുന്നു, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താമെന്ന് പറയുന്നുവെങ്കിലും വിദ്യാർത്ഥികൾക്ക് താല്പര്യമില്ല. അതായത് നമുക്ക് ആവശ്യം CBI അന്വേഷണം അല്ലെങ്കിൽ ED അന്വേഷണം എന്ന് വേണമെന്ന് തന്നെയാണ്, അതായത് കേന്ദ്ര ഏജൻസികൾ ഇതിൽ അന്വേഷിക്കണമെന്ന് തന്നെയാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത്. ഈ ജാർഖണ്ഡിലെ ഈ പ്രക്ഷോഭത്തിന്, അതായത് വിദ്യാർത്ഥികളോടൊപ്പം പിന്തുണയുമായി കോൺഗ്രസ് ഒന്നും തന്നെ വരുന്നില്ല. കാരണം ഹേമന്ത് സോറനൊപ്പം അവിടെ കോൺഗ്രസും കൂടെ ഇരുന്നിട്ടാണ്, രണ്ടും കൂടെ സംയുക്തമായാണ് അവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വിട്ടുനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ വിട്ടുനിൽക്കുന്നത്.